കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത്. ദൃശ്യവിരുന്ന് ഒരുക്കിയാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത്. വിദേശ ഇനം തുലിപ്പുകൾ തുടങ്ങി 5000-ഓളം ഇനം പുഷ്പങ്ങളാണ് നയനമനോഹര കാഴ്ച ഒരുക്കാനായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലും പൂത്തൊലിഞ്ഞു നിൽക്കുന്നത്. കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ്പ് പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾ ചെടിയും ഡാലിയകളും മേരിഗോൾഡും മെലസ്റ്റോമ ഇംപേഷ്യൻസ്, മഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ, മഗ്നോളിയ ലില്ലി ഫ്ലോറ, വിവിധ ഇനം റോസുകൾ, 30 ഇനം ചൈനീസ് ബോൾസം, 31 ഇനം അസീലിയ, ആന്തൂറിയം തുടങ്ങിയവ വർണ്ണവസന്തം തീർക്കുകയാണ് മൂന്നാറിൽ. പൂക്കൾ കാണാൻ മാത്രമല്ല, പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9-ന് തുടങ്ങുന്ന മേള രാത്രി 9 വരെ നീളും. മുതിർന്നവർക്ക് 60-ഉം കുട്ടികൾക്ക് 35 വീതവുമാണ് പ്രവേശന ഫീസ്. ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അധിക തുക നൽകേണ്ടി വരും. കനത്ത വേനൽച്ചൂടിൽ കുടുംബവുമൊത്ത് തണുപ്പ് ആസ്വദിക്കുവാനുള്ള തീരുമാനവും ഇതിനു പിന്നിൽ ഉണ്ടെന്ന് സഞ്ചാരികൾ പറയുന്നു. കേരളത്തിൽ നിന്നല്ല, എല്ലാ പ്രദേശത്തും ഇപ്പോൾ ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. എന്നാലും കുറേ ആളുകളൊക്കെ വന്ന് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ്. ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുന്നുണ്ട്. പൂക്കൾക്ക് പുറമെ സെൽഫി പോയിന്റുകളും ആനയും മരംകുത്തിയും അണ്ണാനുമെല്ലാം പൂക്കളിൽ തന്നെ ഇടം നേടിക്കഴിഞ്ഞു. എല്ലാ ദിവസവും 7 മണിക്ക് വാട്ടർ ഫൗണ്ടേഷൻ ഷോയും അതിനുശേഷം ഗാനമേളയും DJയും മേളയിൽ നടക്കും. പൂക്കൾക്ക് ശേഷം വാട്ടർ ഷോയാണ് മുഖ്യ ആകർഷണമായി ഉള്ളത്. വിപണനശാലകളും മേളയിൽ സജീവം. ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ തന്നെ ഫിഷ് സ്പായും ഒരുക്കിയിട്ടുണ്ട്. ചെറിയ തുക മുടക്കിയുള്ള ഫിഷ് മസാജ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമേകും. മേള മെയ് 12-ന് സമാപിക്കും. ഇതിൽ 5000-ക്ക് മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവർസ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് 7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട്. 7:30-ക്ക് DJ, ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ 1-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.